നിങ്ങൾക്കറിയാമോ, ചരിത്രത്തിൽ ഇടം പിടിക്കേണ്ടവർ എന്നേക്കുമായി ചരിത്രത്തിൽ നിന്ന് നിഷ്കാസിതരാവുക എന്നതിനേക്കാൾ സങ്കടകരമായ മറ്റൊരു കാര്യമില്ല. അവർണ്ണനിലേക്ക് അധികാരമെന്ന മുദ്രാവാക്യങ്ങൾ ഉയരും മുമ്പ് ഈ കേരള മണ്ണിൽ ഒരു പുലയ രാജവംശം നിലനിന്നിരുന്നു. അടിമകളായല്ല കേട്ടോ, ഈ ഭൂമിയുടെ ഉടയോന്മാരായി സർവ പ്രതാപങ്ങളോടെയും ഇവിടെ ഭരണം നടത്തിയിരുന്നു. ഞാൻ ഈ പറയുന്നത് 4.5 നൂറ്റാണ്ട് മുമ്പുള്ള ചരിത്രമാണ്. ആക്ച്വലി അധികമാരും എഴുതാത്തതും എഴുതാനും പറയാനും ഓർക്കാനും പോലും ഇഷ്ടപ്പെടാത്തതുമായ ഒരു ചരിത്രം. നമ്മുടെ ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്ക് ഉൾപ്പെടുന്ന ഭൂപ്രദേശം ഭരിച്ചിരുന്നത് ഒരു ദളിത് റാണിയായിരുന്നു. തലസ്ഥാന നഗരിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന പുലയനാർ കോട്ടയുടെ അധിപന്മാർ വള്ളുവ രാജാക്കന്മാരായിരുന്നു. അവസാനത്തെ വള്ളുവ രാജാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ പുലയനാർ കോട്ടയുടെ അധികാരം അയ്യൻകോദൻ എന്ന പുലയനിലേക്ക് എത്തി. അപ്പം അയ്യൻകോദന് 2 സഹോദരിമാരുണ്ട്. ആ സഹോദരിമാരിൽ ഇളയവളായിരുന്നു കോത എന്ന് പറയുന്ന ആൾ. ഈ കോതയുടെ അധീനതയിലായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ നെടുമങ്ങാട് താലൂക്കിലെ ഉഴമലക്കൽ പഞ്ചായത്തിലെ കൊക്കോതമംഗലം എന്ന് പറയുന്ന സ്ഥലം. അതായത് പുള്ളിക്കാരുടെ കോത എന്ന പേര് ആൾക്കുള്ളത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് കൊക്കോതമംഗലം എന്ന പേര് വന്നത്. ഇപ്പോഴുമുണ്ട് ഈ നെടുമങ്ങാട് പ്രദേശത്ത് ഈ സ്ഥലത്തിൻ്റെ പേരും അതുപോലെ അവിടുത്തെ കുറേ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഈ പ്രജകളോട് എപ്പോഴും ദീനാനുകമ്പയും അതുപോലെ ശത്രുക്കളോട് അടങ്ങാത്ത പകയും സൂക്ഷിക്കുന്നവളായിരുന്നു ഈ കോതറാണി എന്ന് പറയുന്ന ഈ പുലയ റാണി. അപ്പം അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി സമ്പത്തുള്ളവരുടെ കയ്യിൽ നിന്ന് അധികമായിട്ട് നികുതിയും അല്ലെങ്കിൽ ഉള്ളവരുടെ കയ്യിൽ നിന്ന് അധികമായി നികുതിയും ഇല്ലാത്തവർക്ക് എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും കൊടുത്തിരുന്നു. അവർക്ക് അവരുടെ എല്ലാ സമ്പത്ത് വീതിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വാഭാവികമായിട്ടും ശത്രുക്കളും ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഈ കോതറാണിയുടെ പതനം ആരംഭിക്കുന്നത് 6 അടിയുള്ള ഒരു മുടിയിഴയിലൂടെയാണ്. അതും സ്വന്തം മകളുടെ മുടിയിഴ. അതൊരു വലിയ ചരിത്രമാണ്. കാരണം ഒരു സ്ത്രീയെ ആഗ്രഹിക്കുക, അവളെ സ്വന്തമാക്കാൻ ശ്രമിക്കുക, മറ്റാരുമല്ല, അത് ആറ്റിങ്ങൽ രാജാവിൻ്റെ ഒരു താല്പര്യമായിരുന്നു. ഈ കോതറാണിയുടെ മകളെ സ്വന്തമാക്കണമെന്നുള്ളത്. അപ്പം അതൊരു ആഗ്രഹത്തിലൂടെ ഇല്ലാതായത് ഒരു വലിയ ചരിത്രം കൂടിയാണ്. ഈ കൊക്കോതമംഗലത്തിൻ്റെയും അതുപോലെ പുലയനാർ കോട്ടയുടെയും അധികം ആർക്കും അറിയാത്ത ആ ചരിത്രമാണ്, അല്ലെങ്കിൽ തുടച്ചു നീക്കപ്പെട്ട ആ ചരിത്രമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ചരിത്രം പൊരുതി നേടിയവരുടെയും പരാജയപ്പെടാൻ ഇഷ്ടമില്ലാതെ പൊരുതി വീണവരുടേതും കൂടിയാണ്. എന്നാൽ പൊരുതുകയും ആത്മാഭിമാനം സംരക്ഷിക്കാൻ ആത്മാഹൂതി നടത്തുകയും ചെയ്തൊരു റാണിയും രാജവംശവും ഈ കേരളത്തിൽ ഇന്നും വിസ്മൃതിയിലാണ്. അവർണ്ണനിലേക്ക് അധികാരമെന്ന മുദ്രാവാക്യങ്ങൾ ഉയരും മുമ്പ് ഈ കേരള മണ്ണിൽ ഒരു പുലയ രാജവംശം നിലനിന്നിരുന്നു. അടിമകളായല്ല, ഈ ഭൂമിയുടെ ഉടയോന്മാരായി സർവ്വപ്രതാപങ്ങളോടെയും ഇവിടെ ഭരണം നടത്തിയിരുന്നു. സവർണബോധത്തിന്റെ അഹന്തയിൽ നിന്നുയർന്ന പകയുടെ കനലിൽ കെട്ടുപോയെങ്കിലും ഇന്നും നിസ്വവർഗത്തിന് ആവേശമുയർത്തുന്ന ആ പുലയ സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിലേക്ക് ഒരു യാത്ര നടത്താം. 4.5 നൂറ്റാണ്ട് മുമ്പുള്ള ചരിത്രമാണിത്. അധികമാരും എഴുതാത്തതും എഴുതാനും പറയാനും ഓർക്കാനും പോലും ഇഷ്ടപ്പെടാത്തതുമായ ഒരു ചരിത്രം. അതിന് കാരണം 2 ആണ്. ഒന്ന്, ഇത് കേരളത്തിലെ ഏക ദളിത് രാജവംശത്തിൻ്റെ ചരിത്രമാണ്. ഇതിലെ നായിക ഒരു ദളിത് വനിതയാണ് എന്നതാണ് 2ാമത്തെ സംഗതി. ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്ക് ഉൾപ്പെടുന്ന ഭൂപ്രദേശം ഭരിച്ചിരുന്നത് തലസ്ഥാന നഗരിയിൽ നിന്ന് 4 മൈൽ അകലെ വടക്കു പടിഞ്ഞാറ് മാറി സമുദ്രതീരത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പുലയനാർ കോട്ടയുടെ അധിപന്മാർ വള്ളുവ രാജാക്കന്മാരായിരുന്നു. പ്രകൃതി രമണീയത കൊണ്ടും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടും സമ്പന്നമായ നാട്. അവസാനത്തെ വള്ളുവ രാജാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ പുലയനാർ കോട്ടയുടെ അധികാരം അയ്യൻകോദൻ എന്ന പുലയനിലെത്തി. പെരുമാട്ടി എന്ന പുലയ വനിതയുടെ വംശപരമ്പരയിൽപ്പെട്ട ആളായിരുന്നു അയ്യൻകോദൻ. പുലയനാർ കോട്ടയിലെ രാജാവായി മാറിയ അയ്യൻകോദന്റെ 2 സഹോദരിമാരിൽ ഇളയവളായിരുന്നു കോത. മൂത്തവൾ കണ്ണമാലയും. കോതയുടെ അധീനതയിലായിരുന്നു നെടുമങ്ങാട് താലൂക്കിലെ ഉഴമലക്കൽ പഞ്ചായത്തിലെ കൊക്കോതമംഗലം. കോതറാണിയുടെ ഭരണപ്രദേശമായതിനാലാണ് ആ പ്രദേശത്തിന് കൊക്കോതമംഗലം എന്ന പേര് വന്നത്. വേളിക്കായലിന് അഭിമുഖമായിട്ടുള്ള പുലയനാർ കോട്ടയിൽ അയ്യൻകോദനും കൊക്കോതമംഗലത്തെ കോതറാണിയും ചേർന്ന് കേരളത്തിലെ ഏക ദളിത് രാജവംശത്തിന്റെ ഖ്യാതി സഹ്യനപ്പുറത്തേക്ക് പോലും വളർത്തി. പ്രജകളോട് ദീനാനുകമ്പയും ശത്രുക്കളോട് അടങ്ങാത്ത പകയും സൂക്ഷിക്കുന്നവളായിരുന്നു കോതറാണി.
കാട്ടാനയെ പിടിച്ചു മെരുക്കി ചന്തയിലെത്തിച്ച് ലേലം ചെയ്യുന്ന രീതി അന്ന് ആ നാട്ടിൽ നിലനിന്നിരുന്നു. വേണാട് മഹാറാണിയായിരുന്ന ഉമയമ്മ റാണി കോതറാണിയുടെ ഉറ്റ സുഹൃത്തായിരുന്നെങ്കിലും മറ്റു രാജാക്കന്മാരെല്ലാം പുലേനാർ കോട്ടയെയും കോതറാണിയെയും തകർക്കാൻ ഗൂഢതന്ത്രങ്ങൾ മെനയുകയായിരുന്നു. അവർണ രാജവംശം എന്നത് തന്നെയായിരുന്നു മറ്റു രാജാക്കന്മാർക്ക് കോതറാണിയോടുള്ള പകയ്ക്ക് അടിസ്ഥാനം. സ്വന്തം രാജ്യത്തും കോതറാണിക്ക് ശത്രുക്കൾ ഏറെയുണ്ടായിരുന്നു. പാവങ്ങളായ പ്രജകളായിരുന്നില്ല കോതറാണിയുടെ ശത്രുക്കൾ, മറിച്ച് സമ്പന്നരായ കരപ്രമാണിമാരും ജന്മിമാരുമായിരുന്നു അത്. കരപ്രമാണിമാർക്ക് കോതറാണിയോട് ശത്രുത തോന്നാൻ നിരവധി കാരണങ്ങളുണ്ട്. പാവങ്ങൾക്ക് കരം ഒഴിവാക്കുകയും തങ്ങളിൽ നിന്ന് വലിയ കരം ഈടാക്കുകയും ചെയ്യുന്നതിൽ അവർ അസംതൃപ്തരായിരുന്നു. ഒരു അവർണ സ്ത്രീയുടെ ഭരണത്തിൽ കഴിയേണ്ടി വരുന്നത് അതിലും വലിയ അപമാനമാണെന്ന് അവർ സ്വയം വിശ്വസിച്ചു. അതിനൊപ്പം കോതറാണിയുടെ കല്ലുപിളർക്കുന്ന കൽപ്പനകൾ കൂടിയാകുമ്പോൾ സ്വന്തം നാട്ടിലെ കരപ്രമാണിമാരുടെ ശത്രുത അതിൻ്റെ എല്ലാ തീവ്രതയിലും കോതറാണി സമ്പാദിച്ചു. രാജശാസനങ്ങൾ അനുസരിക്കാത്തവരെ പുല്ലോടെ, പുരയോടെ, കല്ലോടെ, കരയോടെ ചോദ്യം ചെയ്യുന്നതായിരുന്നു കോതറാണിയുടെ രീതി. അങ്ങനെയുള്ള കോതറാണിയുടെ പതനം ആരംഭിക്കുന്നത് 6 അടിയുള്ളൊരു മുടിയിഴയിലൂടെയാണ്, അതും സ്വന്തം മകളുടെ മുടിയിഴ. കോതറാണിയുടെ ജീവിതത്തെക്കാൾ ത്രസിപ്പിക്കുന്നതാണ് മകൾ ആതിരകുമാരിയുടെ കാര്യം. അഴകും ആരോഗ്യവും ഒത്തിണങ്ങിയ യുവതിയായിരുന്നു ആതിര രാജകുമാരി. ഒരിക്കൽ ആറ്റിങ്ങൽ രാജ്യത്തു നിന്നും കുറച്ച് കൊശവന്മാർ മൺപാത്രങ്ങളുമായി കോതറാണിയുടെ കൊട്ടാരത്തിലെത്തി. മൺപാത്രങ്ങൾ വാങ്ങിവെച്ചതും പകരം നെല്ലളന്നു നൽകിയതും ആതിരകുമാരിയായിരുന്നു. സ്വന്തം രാജ്യത്ത് തിരിച്ചെത്തിയ കൊശവന്മാർ നെല്ല് പാത്രത്തിലേക്ക് മാറ്റുന്നതിനിടെ അതിൽ നിന്നും കരുത്തുറ്റൊരു മുടിയിഴ കിട്ടി. 6 അടി നീളമുള്ളൊരു മുടിയിഴ. തങ്ങൾ കോതരാജ്യത്ത് കണ്ട ആതിരകുമാരിയുടെ സൗന്ദര്യവും ആ മുടിയിഴയുടെ ഭംഗിയും ചേർത്ത് കൊശവന്മാർ തങ്ങളുടെ നാട്ടിൽ കഥകൾ പ്രചരിപ്പിച്ചുവത്രേ. അങ്ങനെ കോതരാജ്യത്തെ കോതറാണിയുടെ മകളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ആറ്റിങ്ങൽ രാജാവും അറിഞ്ഞു. കൊശവന്മാരെ വിളിച്ചു വരുത്തി മുടിയിഴ കണ്ട് ബോധ്യപ്പെട്ടു. ആ മുടിയിഴ ഒരു സ്വർണ്ണത്തളികയിൽ സൂക്ഷിച്ച രാജാവ് കോതറാണിക്ക് ഒരു സന്ദേശം കൊടുത്തയച്ചു. കോതറാണിയുടെ മകളെ വിവാഹം കഴിക്കണം എന്ന ആവശ്യമായിരുന്നു ആറ്റിങ്ങൽ രാജാവ് സന്ദേശത്തിൽ എഴുതിയിരുന്നത്. സന്ദേശം കിട്ടിയ കോതറാണി രണ്ടാമതൊന്നും ആലോചിക്കാതെ വിവാഹാലോചന നിരസിച്ചു. തങ്ങളുടെ രാജവംശം ഇല്ലാതാകുമെന്ന ആശങ്കയാകണം കോതറാണി അത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ കാരണം. മകളെ വിവാഹം കഴിച്ച് തരില്ലെന്ന കോതറാണിയുടെ മറുപടി ലഭിച്ച ആറ്റിങ്ങൽ രാജാവ് കോപം കൊണ്ടു വിറച്ചു. തന്റെ സവർണാധിപത്യത്തിനും അന്തസ്സിനും മുഖത്തടിയേറ്റെന്ന പ്രതീതിയായി ആറ്റിങ്ങൽ രാജാവിന്. ബാന്ധവമില്ലെങ്കിൽ യുദ്ധമുഖത്ത് കാണാമെന്നായി ആറ്റിങ്ങൽ രാജാവ്. അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് കോതറാണിയും. ഇരു രാജ്യങ്ങളിലെയും സൈനികർ പരസ്പരം ഏറ്റുമുട്ടി. കോതറാണിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആറ്റിങ്ങൽ സൈന്യം കുഴങ്ങി. ഇതിനിടെ സ്വന്തം നാട്ടിലെ കരപ്രമാണിമാരും ജന്മിമാരും കോതറാണിക്കെതിരെ കരുക്കൾ നീക്കി. അവരുടെ നീക്കങ്ങൾ ആറ്റിങ്ങൽ സൈന്യത്തിന് ചോർത്തിക്കൊടുത്തു. കോതറാണിയുടെ സഞ്ചാരമാർഗം മനസ്സിലാക്കിയ ആറ്റിങ്ങൽ സൈന്യത്തിലെ ഒളിപ്പോരാളികൾ ഒരു വൻമരം മുറിച്ചിട്ട് കോതറാണിയെ കൊലപ്പെടുത്തി. ആറ്റിങ്ങൽ രാജാവിന്റെ ചതിയെറിഞ്ഞ അയ്യൻകോതൻ ആറ്റിങ്ങൽ കൊട്ടാരം തീ വെച്ച് നശിപ്പിച്ചു. അമ്മ കൊല്ലപ്പെട്ടതറിഞ്ഞ ആതിരകുമാരി അമ്മാവന്റെ പുലേനാർ കോട്ടയിൽ അഭയം തേടി. പക്ഷേ അപ്പോഴേക്കും ആറ്റിങ്ങൽ രാജാവിന്റെ ഭടന്മാർ പുലേനാർ കോട്ട വളഞ്ഞിരുന്നു. തനിക്കിനി രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ ആതിര രാജകുമാരി സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഭടന്മാരുടെ കയ്യിൽ തന്നെ ജീവനോടെ കിട്ടിയാൽ ജീവിതാവസാനം വരെ ആറ്റിങ്ങൽ രാജാവിന്റെ വെപ്പാട്ടിയായി കഴിയേണ്ടി വരും എന്ന് ആ കുമാരി തിരിച്ചറിഞ്ഞു. ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ പുലേനാർ കോട്ടയിൽ സ്ഥാപിച്ചിരുന്ന മുതലക്കിടങ്ങിലേക്ക് കുമാരി തന്റെ കറുത്ത കുതിരയെ ഓടിച്ചിറക്കി. ആ കറുത്ത കുതിരയും കുമാരിയും മുതലകൾക്ക് ഭക്ഷണമായി. മകളുടെ മാനത്തിനായി പൊരുതിയ ഒരു റാണിയും മാനം കാക്കാൻ മരണത്തെ പുൽകിയ ഒരു രാജകുമാരിയും. അതായിരുന്നു കോതറാണിയും മകൾ ആതിരകുമാരിയും. പക്ഷേ സവർണബോധത്തിന്റെ ചരിത്ര താളുകളിൽ ഇവരുടെ ജീവിതവും ഇരുണ്ടുപോയി. ഇന്നും അധികമാരും പറയാത്ത ഈ പോരാട്ട ചരിത്രം തീർച്ചയായും കേരളത്തിലെ ദളിത് പോരാട്ടങ്ങൾക്ക് ഊർജ്ജമാകും. അപ്പോൾ അതാണ് നമ്മുടെ പുലേനാർ കോട്ടയുടെയും അതുപോലെ കൊക്കോതമംഗലത്തിൻ്റെയും കോതറാണിയുടെയും മകൾ ആതിരകുമാരിയുടെയും കാളിപ്പുലേമൻ്റെയും ഒക്കെ ഈ ഒരു ചരിത്രം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കിതിനകത്ത് ഉപയോഗിക്കാൻ ആവശ്യത്തിനുള്ള ഇമേജുകളോ അല്ലെങ്കിൽ ശേഷിപ്പുകളോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്മാരകങ്ങളോ ഒന്നും നമുക്ക് ലഭ്യമല്ല. കാരണം അതെല്ലാം തുടച്ചു നീക്കപ്പെട്ടു എന്നേക്കുമായി. ആ സ്ഥലങ്ങൾ ഇപ്പോൾ മറ്റുള്ളവരുടെ കയ്യിൽ അവർ കയ്യേറുകയും മറ്റ് സ്ഥാപനങ്ങളൊക്കെ വരികയും ഇപ്പോൾ അവിടെ എങ്ങും ഒന്നും നമുക്കതിൻ്റെ അങ്ങനെ ഒരു കോട്ടയൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നൊന്നും നമുക്ക് ഇപ്പോൾ ഇന്ന് കണ്ടെത്താൻ സാധിക്കത്തില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പുലേനാർ കോട്ട ഭരിച്ച കാളിപ്പുലേൻ എന്ന മഹാരാജാവിനെ ജാതിവരി തലയ്ക്ക് പിടിച്ച സവർണ പ്രമാണിമാർ വധിച്ചതാണെന്ന് മറ്റൊരു കേൾവി കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. രാജാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നൊക്കെ അദ്ദേഹം പറയുകയും അപ്പോൾ ആ ഒരു പ്രഖ്യാപനത്തെ തുടർന്ന് ഇവർ ജാതിവരി പൂണ്ടവർ അദ്ദേഹത്തെ കൊല ചെയ്യുകയായിരുന്നു എന്നൊരു ചരിത്രം കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ നാം ഓരോരുത്തരും ഊറ്റം കൊള്ളുന്ന ഈ മഹത്തായ കേരള ചരിത്രത്തിൻ്റെ ഇരുണ്ട അധ്യായങ്ങളാണ് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നമ്മളിൽ ആശ്ചര്യം ഉളവാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്.
ഇത്തരം ചരിത്രങ്ങൾ നമുക്ക് വീണ്ടും പഠിക്കാം. അറിയപ്പെടാതെ പോകുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മുടെ തലമുറകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് നമ്മുടെ നാടെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അത്തരം വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.